ബാക്കിലാലും വേണ്ടി എപ്പോഴും ഞങ്ങളുടെ ഭരണസമയം തേടി നന്മ നിറഞ്ഞ മറിയ സ്വസ്തി കർത്താവിന്റെ കൂടെ കർത്താവിന്റെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൈവത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഇപ്പോ ഈ ഭക്ഷണത്തിന്റെ ചടങ്ങ് കഴിഞ്ഞാൽ ഉടനെ ആ ചടങ്ങ് നടക്കുമ്പോൾ നിങ്ങൾക്ക് അവർക്കൊക്കെ വിളമ്പി കൊടുക്കാം, ഒപ്പം ഇരുന്ന് കഴിക്കണം. ഈ സമയത്ത് ഇവരെ ഇതിനോടനുബന്ധിച്ച അനുഭവങ്ങൾ ഞാൻ പറയുന്നത് സമർപ്പിക്കുന്നു. ഈ ലോകത്തിലൊക്കെ ഞങ്ങൾക്ക് വേണ്ടി ഇദ്ദേഹത്തിനോട് ചെയ്ത എല്ലാ അനുഗ്രഹത്തിനും നന്ദി പറയുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ള കടകളും പാപങ്ങളൊക്കെ ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ അങ്ങേ ആത്മാവിന് ശാന്തി നൽകി തിരുമുഖ ഭാഗ്യം നൽകി അനുഗ്രഹിക്കണമേ. മറ്റു വിശ്വാസികളെ ആത്മാവോട് ദൈവാനുഗ്രഹത്താൽ സുഖത്തിൽ പ്രവേശിക്കാനിടയാകട്ടെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുവനന്തപുരം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. പരിശുദ്ധാത്മാവേ നീയെഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. സ്വർഗവാതിൽ തുറന്നു നിറയ്ക്കണേ. ഇപ്പോൾ വലിയിരിക്കുകയാണ് നമ്മുടെ ഭക്ഷണം ഇവിടെ ഉള്ള ആൾക്കാർക്ക് വേണ്ടി നമ്മൾ സൗകര്യമെത്തും. നിങ്ങൾക്ക് വേണ്ടി പങ്കുവെച്ച് തരാൻ നിങ്ങളൊപ്പം ഭക്ഷണം കഴിക്കാൻ എല്ലാം നാഗലോകനാഥനീശോ എഴുന്നള്ളുന്നു. മാനവർക്കു വരം നൽകി എഴുന്നള്ളുന്നു. മഹിതലേ പുതിയ മലരുകൾ മനുജരെ കൈകൾ കോത്തു നിരന്നീടുവിൻ വൈരവും കിട്ടാത്തൊരു നല്ലൊരു കയ്യടി കൊടുത്ത നല്ലൊരു പാട്ട് പാടിയില്ലേ? ഞങ്ങളുടെ ഈ ഗ്രൂപ്പിലെ ഏറ്റവും ആസ്ഥാന ഗായകൻ എന്ന് പറയാം ഉണ്ണികൃഷ്ണേട്ടൻ. എടക്കളത്തിരുന്നാണ് ഞാൻ വരുന്നത്. എനിക്ക് ഇതിനെ കുറിച്ച് അറിയുണ്ടായില്ല. ഫസ്റ്റ് സെൻസൻ ചേട്ടനാണ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അപ്പൊ എന്റെ കൂടെ എന്റെ വെല്ലുമിച്ചി വന്നിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് ഒറ്റയ്ക്ക് എവിടെയെങ്കിലും പറഞ്ഞു വിടാൻ പറ്റുമോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ അവർക്ക് ഫുള്ള് ബോധ്യമായി, കുഴപ്പമില്ല പോയിട്ട് വരാം എന്നുള്ളത്. എനിക്ക് അപ്പച്ചനും അമ്മച്ചില്ല, ഞാൻ തനിച്ചാണുള്ളത്. അപ്പൊ അതുകൊണ്ട് എന്റെ കാര്യങ്ങളൊക്കെ എന്റെ ആങ്ങളമാരാണ് നോക്കണത്. അങ്ങനെ എന്റെ വെല്ലുമിച്ചി വന്നിട്ട് 2-3 ദിവസം എന്റെ കൂടെ വന്നു. ചോദിച്ചു. ഞായറാഴ്ച ഞങ്ങൾക്ക് വരാനുള്ള സൗകര്യം ഒരുക്കി തരുന്നുണ്ട്. ഇവിടെ വരുമ്പോൾ വളരെ സന്തോഷമാണ്. ആത്മീയമായിട്ട് ഞങ്ങൾക്ക് വളരാൻ സാധിക്കുന്നുണ്ട്. ഒരുപാട് നന്ദി. താങ്ക് യു. ആത്മീയ ലോകത്ത് ഇന്ന് നേടുന്ന വിജയം നമുക്കൊന്ന് ചേർക്കാം. ാണ് ഞങ്ങൾ ഒത്തിരി സന്തോഷമുണ്ട്. നമ്മുടെ ഈ വീട്ടുകാരോട് നമുക്ക് ഈ
കുരിശിന് വഴി ഞങ്ങൾ ഓരോ സ്നേഹം അനുഭവിച്ചറിയാൻ പറ്റി. ഇന്ന് ഞാൻ അനുഭവിക്കുന്ന സ്നേഹം ഒത്തിരിയാണ്. കാരണം ഒത്തിരി വേദനകളുണ്ടായിട്ട് പോലും നമ്മളതൊക്കെ മറന്ന് നമ്മുടെ ഈശോട് ചേർന്നിരുന്ന് ആനന്ദിക്കുന്ന ആത്മീയമായിട്ടുള്ള ആനന്ദം അത് നമ്മൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നു. ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് മെയിനായിട്ട് തന്നെ സഭയ്ക്ക് വേണ്ടിയും പിന്നെ ഒത്തിരി നിയോഗമുണ്ട്. കുടുംബങ്ങളുടെ വേദനകൾ, യുവജനങ്ങളുടെ വേദനകൾ, സാമ്പത്തിക കടബാധ്യതകൾ, രോഗാവസ്ഥയിലൊക്കെ നിരാശപ്പെടുന്ന മേഖലകൾ, ഇതിലൊക്കെ അവർ കാണുന്നതൊക്കെ ഇനി ജീവിതം ഇല്ല എന്ന് ചിന്തിച്ചു പോകുന്ന മേഖലകൾ. അത് ഞങ്ങളും ചിന്തിച്ച പോലെ തന്നെയാണ് അവർ ചിന്തിച്ചത്. എന്നാൽ ഞങ്ങൾ ചിന്തിച്ച് പോയ മേഖലകൾ ഒത്തിരി ഞങ്ങൾ പല വീട്ടിലെ വലിയ സന്തോഷത്തോടെ ആയിരിക്കും. അപ്പൊ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞങ്ങൾ ഇനിയും സഭയ്ക്ക് വേണ്ടിയും വിശുദ്ധരാക്കുന്നു. സഹനം നമ്മെ വിശുദ്ധിയിലേക്ക് നയിക്കുന്നു. സഹനം നമ്മെ പരിപൂർണരാക്കുന്നു. അപ്പൊ ആ 3 കാര്യങ്ങള് എനിക്ക് നല്ല ഉത്ബോധ്യമുണ്ട്. ഇത് സഹനം എടുത്താല് നമുക്ക് ഈ വക കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അപ്പൊ അങ്ങനെ ഞാൻ സന്തോഷവതിയാണ്. ഈ പുനർജീവനിൽ വന്നപ്പോഴാണ് എനിക്ക് കൂടുതൽ സന്തോഷം. ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടി ഞാൻ എന്നും പ്രാർത്ഥിക്കും. ഇവരെല്ലാവരും എൻ്റെ അനിയത്തിമാരും എൻ്റെ മക്കളാണ്. പ്രസംഗിക്കുമ്പോൾ പറഞ്ഞില്ലേ, കാരണം ലൂർദ് പള്ളിയിലൊരു അപ്പൊ ആൾക്കാർ അതിന് വ്യാഖ്യാനിക്കാതിരിക്കാൻ വേണ്ടി എന്നെ കെട്ടിപ്പിടിച്ചു വന്നു. ഫാദറെ, എൻ്റെ ഫാദറിനെ വിളിക്കുന്നില്ല. ഞാൻ പറഞ്ഞത് അത് കുഴപ്പമില്ല. ഫാദറെ ഞാനൊന്നും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ഫീൽ എനിക്ക് ഇവിടെ നിന്ന് കിട്ടി. അതിനാൽ ഫാദറിപ്പോൾ എന്താണ് എന്നോട് ആവശ്യപ്പെടണം, അതൊന്നും ആവശ്യപ്പെടണ്ട. ഇത് പെർമനൻ്റാക്കി പണിയേ അതിൻ്റെ സംവിധാനം ചെയ്തിരുന്നത്. ശരിക്കും പണിയാൻ എൻ്റെ പിറ്റേ ദിവസം തന്നെ ആളുടെ പേഴ്സണലി പോക്കറ്റിന് പൈസ എടുത്തിട്ടാണ് ഇത് കൊണ്ടുവന്നത്. അതുപോലെ ആളുടെ ജയത്തിന് ശേഷം അവർ റിപ്പോർട്ട് ചെയ്തു ഇങ്ങനെ ജയിക്കാനായിട്ട് ഇവിടെ വന്നതൊരു കാരണമായിരുന്നുണ്ട്. ഇപ്പോൾ ആൾ അടുത്ത ദിവസം തന്നെ എനിക്ക് വരാൻ നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ രാഷ്ട്രീയപരമായിട്ടല്ല, ഒരു അക്രൈസ്തവനെ പരിശുദ്ധ അമ്മ വിശ്വാസം കൊടുത്തു എന്നുള്ളത്. ഇതിനോടനുബന്ധിച്ച് ഞാൻ സഭയ്ക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെ ത്യാഗത്തിൽ ജീവിച്ചിട്ടും മറ്റുള്ളതായിട്ടാണ്. ഞാൻ ഇവരെ പഠിപ്പിക്കുന്നതിനേക്കാളും നല്ലത് ഞാനൊരുക്കം വേണ്ട, എനിക്കൊരു വിശുദ്ധി വേണ്ടേ. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇത് മുള്ളരിഞ്ഞാണ്. നിങ്ങൾ പ്രസമനോട് അങ്ങനെയുള്ള മേഖലകളൊക്കെ കണ്ടിട്ടുണ്ടോ? ഇതിൻ്റെ മുള്ളരിഞ്ഞാണ് ഞാൻ മാറി ഉപയോഗിക്കുന്നത്. ഇത് പൊട്ടി പീസായി അതൊന്നുമില്ല. ഇത് സെപ്റ്റിക്ക് ആവണില്ല. ഇത് സഹായിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരായ നാട്ടുകാരെയും അവരുടെ നിരവധിയായ നിയോഗങ്ങളെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ കുരിശിന്റെ വഴിയിൽ സ്നേഹപൂർവ്വം പങ്കെടുക്കാം. ഒന്നാം സ്ഥലം ഈശോ മിശിഹ മരണത്തിന് വിധിക്കപ്പെടുന്നു. ഞാനെന്തു ചെയ്തു കുരിശന്റെ തോളിലേറ്റ പൂതേതുളമ്പുന്ന നാട്ടിൽ ഞാൻ നിങ്ങളെ ആശയോടായിച്ചു. എന്റെ മറന്നെന്നെ പതറി വീണു കല്ലുകൾ നിറയും തേരും വഴിയിൽ തൃപ്പാദം കല്ലിന്മേൽ തട്ടി മൊഴിഞ്ഞു ചെന്നീളം വാർന്നൊഴുകി. ഈശോ ഗ്രഹിക്കപ്പെട്ടവരാകുന്നു.
പരിശുദ്ധേ മാതാവേ ാനായിട്ട് സാധിച്ചത് ഒരു വലിയൊരു ദൈവനിയോഗമാണ് ഞങ്ങൾ കരുതുകയാണ്. ഞങ്ങളിൽ പലരും ആദ്യമായിട്ടാണ് ഈ ആശ്രമത്തിലേക്ക് വരുന്നത്, ഇവിടുത്തെ കൂട്ടുകാരിയൊക്കെ കാണുന്നതൊക്കെ ചെയ്യുന്നത്. ഞങ്ങൾ ഉറപ്പ് തരികയാണ്, ഞങ്ങളുടെ തുടർന്നുള്ള പ്രാർത്ഥനകളിൽ ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഉണ്ടായിരിക്കുന്നത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഇതിന് പോരാട്ടം എനിക്ക് കാര്യം പറ്റുന്ന പക്ഷെ കേട്ടപ്പോൾ തന്നെ സമാശ്വസിപ്പിച്ച് ബലപ്പെടുത്തി. നല്ല ചിന്തയാകുന്നുണ്ട്. ആളെ ഇരിക്കുന്നത് ഇതുപോലെ കാട്ടിൽ മലയല്ല, ഒരു വികാരികളാണ്. സാഗറിലെ ഒരു കാട്ടിൽ മലയിലാണ് ആളുടെ ഉള്ളത്. അപ്പോൾ ആളെ അത് വെച്ച് തന്നെ ബലപ്പെടുത്തി തന്നു. ഞാൻ ഈ ദേശം അന്വേഷിച്ച് നടന്നു. അവസാനം ഈ മലമുകളിൽ എത്തി. വളർന്നിട്ടൊക്കെ എത്തിയത് ഇവിടെ വന്നപ്പോൾ എനിക്ക് പ്രസന്റിൽ ഒരു ഇത് കിട്ടി. ഇത് തന്നെ സ്ഥലം, കാരണം ഇവിടെ ഒരു ആളർക്കൊന്നും ഉണ്ടായിരുന്നില്ല, ഈ റോഡൊന്നും ഉണ്ടായിരുന്നില്ല. വെള്ളം വന്നിട്ട് ചേലകളൊക്കെ നടന്ന സ്ഥലമായിരുന്നു. ഒരിക്കലും ഞങ്ങളുടെ തൊടിയാലും ചെന്നൈയൊക്കെ കൊടുക്കുന്നതല്ല. പക്ഷേ അന്ന് ആയിരുന്ന അവസ്ഥയിൽ ഇത്രയ്ക്ക് വളർത്തിയത് ഒരു രൂപ കൊണ്ടല്ല, ദൈവത്തിൻ്റെയും സമൂഹത്തിൻ്റെ പ്രാർത്ഥന കൊണ്ടും മാത്രമാണ്. അന്ന് ഈ മലമുകൾ അച്ഛൻ ചിലപ്പോൾ ഈ മലമുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചാരായ വാറ്റിൻ്റെയും ഇതിൻ്റെയൊക്കെ സെൻ്റർ സ്ഥലം. ഡോൺ വിട്ടിട്ടാണ് ഇവിടെ എവിടെയൊക്കെ നടക്കണമെന്ന് കണ്ടുപിടിക്കാറ്. ഞാനിത് വരുന്ന പണിയുടെ കാലത്തിൽ വരുമ്പോൾ ഇവിടെ പറമ്പിൽ റോഡിലൊക്കെ ഇരുന്ന് കോളേജിൽ പിള്ളേർ വട്ടാട്ടിരുന്ന് അടിക്കും. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവരുടെ കൂടെ കഴിക്കില്ല കേട്ടോ. ഞാൻ അവരുടെ കൂടെ സംസാരിച്ചിട്ട് അവരെ കഴിക്കുന്നതിന് നെയ്യെടുത്ത് കഴിച്ച് ഞാൻ അവരുടെ ഉപദ്രവകാരി അല്ല എന്ന് ഞാൻ അവരെ സ്നേഹിക്കുകയായിരുന്നു. അതുവഴി ഇവിടെ ആൾക്കാരൊക്കെ കൂടിയപ്പോൾ അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. തന്നെയുമല്ല, അവർ ഈ പ്രദേശത്ത് നിന്ന് ഒഴിഞ്ഞു പോയി. ഇപ്പോൾ ചാടായി മറ്റൊന്നും പശുത്തൊഴുത്തിലാണ് ഞങ്ങൾ ഉപയോഗിച്ചത്. പശുത്തൊഴുത്തി ചാണകമൊക്കെ മാറ്റി വെച്ച് ഞാനപ്പനും 40 ദിവസം ഉപയോഗിച്ചിട്ട് പ്രാർത്ഥിച്ചു. നമ്മൾ തോമസിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട് ഞങ്ങൾ എടുത്ത തീരുമാനത്തിൻ്റെ കൂടുതൽ ഞങ്ങൾ ഈ തട്ടിക്കൊണ്ടുപോയ തീവ്രവാദികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട്. കാരണം തോമസിന് വേണ്ടി ലോകം മുഴുവൻ ദീപികാരുണ്യ ആരാധനയ്ക്ക് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇവരുടെ വിശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പ്രേരണയെടുത്തത്. ശരിക്കും അന്നത്തെ ദിവസങ്ങൾ 40 ദിവസം ആ പഴുതാരിയും ആ കൊതുകടിയും ചാണകത്തിൻ്റെ മണവും ഇതൊക്കെ ഞങ്ങൾ സഹിച്ച് ആ മെറ്റലിൻ്റെ ആ ചാണകുഴിയുടെ ഉള്ളിൽ മെറ്റലൊക്കെ ഒരിച്ചിട്ട് പ്രയർ ചെയ്തപ്പോൾ ഞങ്ങൾ പോലും അറിയാതെ പരിശുദ്ധ അമ്മേനെ ആ ദിവസങ്ങൾ ഞങ്ങൾ കിടന്നുപോയത് വലിയൊരു ദൈവാനുഭവമാണ്. ഞങ്ങൾ അന്നത്തെ ദിവസം ആ വൈദികന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയ അവസരം തന്നെ എൻ്റെ കുടുംബത്തായാലും എൻ്റെ ജീവിതത്തിൽ ഇവിടെ ആശ്രമത്തിലായാലും ഒത്തിരി അനുഗ്രഹം ഉണ്ടായി. അച്ഛൻ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് പഴയ ഓർമ്മകളൊക്കെ വന്നത്, അതായത് പോകുന്നത്. ആ ദിവസം ഞങ്ങൾക്ക് ശരിക്കും ആത്മീയമായിട്ട് സന്തോഷം കിട്ടിയതാണ്. അന്ന് തുടങ്ങിയ പ്രയറാണ് ഇപ്പോൾ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. കാരണം സഭയ്ക്ക് വേണ്ടി നിങ്ങൾ എപ്പോഴും നിങ്ങൾ ചിന്തിച്ചോളൂ, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹം, അത് ആർക്കും അറിയില്ല. ഒത്തിരി ദൈവാനുഭവത്തിലേക്ക് നമ്മളെ ഈശ്വര സാന്നിധ്യം ഉണ്ടാവും. ഈശോ കൂടുതൽ സ്നേഹിക്കും. പരിശുദ്ധ അമ്മോട് ചേർത്ത് പിടിച്ച് നമ്മൾ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഈ സ്ഥാപനം നിലനിന്ന് പോകുന്നത്. സഭയുടെ കൂടുതൽ പ്രയറും പരിശുദ്ധ അമ്മേനെ പിടിച്ചിട്ടുള്ള യാത്രയും. അപ്പോൾ ഒത്തിരി സന്തോഷം വെച്ചാൽ അതിനുവേണ്ടി കൂടുതൽ ആത്മീയമായിട്ട് വളരാനൊക്കെ പ്രാർത്ഥിക്കാം. എല്ലാ അമ്മമാർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ.